ഏറെ കേരളത്തിൽ ജനങ്ങൾ കാത്തിരുന്ന ഒരു വിധി നിർണയമാണെന്ന് വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തും ഷൊർണൂറും പാലക്കാടും തൃശ്ശൂർ ഉൾപ്പെടെ ബി ജെ പിയുടെ തേരോട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തിരുവനന്തപുരത്ത് NDA ഒന്ന് വിറച്ചെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് തമ്പാനൂർ ഉൾപ്പെടെ ബി ജെ പി ഒരു തേരോട്ടം നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കേരള രാഷ്ട്രീയം ഇലക്ഷൻ ടീം നിൽക്കുന്ന തിരുവനന്തപുരം മഹാരാജ് ഭവനാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ റൂമിലാണ് നമുക്കുള്ളത്. ഇപ്പം സുരേഷ് ജി ഇപ്പോൾ ഇവിടെ വോട്ട് റിസൾട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ജി, ആദ്യം തിരുവനന്തപുരത്ത് ഒന്ന് വിയർത്തെങ്കിൽ ഇപ്പം മുന്നേറിയാണല്ലോ. തിരുവനന്തപുരം മേയർ BJP തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഏതൊരു സംശയവുമില്ല. കാരണം ആ രീതിയിൽ ജനങ്ങൾ ഇവിടുത്തെ ഇടത് സർക്കാരിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും എതിരായിട്ടുള്ള മതിയായി എന്ന നിലയിലുള്ള ഒരു മനോഭാവം ഈ തിരുവനന്തപുരത്തെ നഗരത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ വികസിത തിരുവനന്തപുരം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്, വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചു. അത് വോട്ടായിട്ട് മാറും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ആശങ്കയില്ല. തിരുവനന്തപുരത്ത് BJP ഒന്നാമത് തന്നെ എത്തും. ഏറ്റവും സന്തോഷ വാർത്ത ഇപ്പോൾ ഈ നിമിഷം പറഞ്ഞ വാർത്തയാണ്. കോൺഗ്രസിൽ നിന്നും BJP പറഞ്ഞ തമ്പാനൂർ സതീശ് 506 വോട്ടിന് ലീഡിൽ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ജനം BJPക്ക് ഒപ്പമല്ലേ ഈ ഇപ്പോൾ വന്ന വാർത്ത കേൾക്കുമ്പോൾ? തീർച്ചയായിട്ടും തമ്പാനൂർ സതീഷ് കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അദ്ദേഹം പരമ്പരാഗതമായിട്ട് കോൺഗ്രസ് ജയിച്ചു വരുന്ന തമ്പാനൂർ വാർഡിൽ നിന്നാണ് മത്സരിച്ചത്. ആ തമ്പാനൂർ വാർഡിലാണ് രാജാജീപുരം കോളനി ഉൾപ്പെടെയുള്ളത്. തമ്പാനൂർ വാർഡിലാണ്. ആ കോളനിയുടെ ദുരവസ്ഥ തന്നെ ഈ കേരളത്തിലെ ഇടതും വലതും അഴിമതിയും അതോടൊപ്പം തന്നെ കെടുകാര്യസ്ഥതയും കഴിവില്ലായ്മയുടെയും പ്രതീകമാണ്. അവിടുത്തെ ജനത ഒറ്റക്കെട്ടായിട്ട്, ഈ തമ്പാനൂരിലെ ജനത ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കുന്നു. അത് BJPക്ക് ഗുണകരമായിട്ട് മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം മാറ്റിയിരുത്തിയാൽ ഇപ്പോൾ ഷൊർണൂറും പാലക്കാടും തൃശ്ശൂരും BJPക്ക് ഒപ്പമാണ്. അപ്പോൾ കേരളം മൊത്തം BJPക്ക് ഒപ്പമില്ലല്ലേ? തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള 6 കോർപ്പറേഷനിൽ ഗണ്യമായ മുന്നേറ്റം BJPക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ 10-15ഓളം മുനിസിപ്പാലിറ്റികൾ BJP ഏറ്റവും വലിയ ശക്തിയാകും. 100-ൽ പരം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ BJP ഒന്നാം സ്ഥാനത്ത് വരും എന്ന ശുഭപ്രതീക്ഷയാണ് BJPക്കുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ മുഴുവൻ BJPയുടെ വികസിത കേരളത്തിന് അനുകൂലമായിട്ടുള്ള, ശ്രീ നരേന്ദ്രമോദിക്കും രാജീവ് ചന്ദ്രശേഖറിനും അനുകൂലമായിട്ടുള്ള ഒരു കാറ്റ് അത് ആഞ്ഞു വീശുന്നുണ്ട് എന്നതാണ് ആദ്യത്തെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. വരും മണിക്കൂറുകളിൽ നമുക്കത് കൂടുതൽ വ്യക്തമാകും.